ഹലോ മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ്. നമ്മൾ ക്രിസ്മസ് എക്സാമിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ. നമുക്ക് റെഡോക്സ് റിയാക്ഷൻസ് വരെയുള്ള ചാപ്റ്ററാണ് ഈ ക്രിസ്മസ് എക്സാമിനുള്ളത്. ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആരും ടെൻഷൻ അടിക്കേണ്ട എന്നാണ് നിങ്ങളോട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രയാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക അത് നിങ്ങൾ പഠിക്കുക. ബാക്കി നമുക്ക് എക്സാം കഴിഞ്ഞ് നോക്കാം. ഇന്നത്തെ ലൈവിലൊക്കെ കറക്റ്റായിട്ട് മക്കളെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് റെഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് അതേപോലെ തന്നെ ബോർഡ് എക്സാമിനൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുക, അതിൻ്റെ ഉത്തരം പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങളത് കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഇരുന്ന് പഠിക്കുകയും വേണം. ഒരു 20-25 മിനിറ്റിനുള്ളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേടാ? നിങ്ങൾ റെഡി അല്ലേ? യെസ്. അപ്പോൾ മക്കളെ നോക്ക്, റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? മക്കളെ ആദ്യം തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. 4 ടൈപ്പ് റെഡോക്സ് റിയാക്ഷൻ ഉണ്ട്. 4 ടൈപ്പും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓരോ ടൈപ്പിൻ്റെയും ഒരു എക്സാമ്പിൾ എങ്കിലും മക്കൾ പഠിച്ചിരിക്കണം. ഞാൻ 4 ഒന്ന് പറയാം. ഇവിടെ ഡിസ്പ്രപ്പോർഷനേഷേ ചോദിച്ചിട്ടുള്ളൂ. 4 നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുള്ളത് കൊണ്ട് ഓരോന്നും പറയാം. മക്കളെ ആദ്യത്തത് ഏതാ? ആദ്യത്തത് കോമ്പിനേഷൻ. എന്താണ്? കോമ്പിനേഷൻ റെഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ സിംപ്ലി കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി നോക്ക്, രണ്ടാമത്തത് കോമ്പിനേഷൻ്റെ നേരെ ഓപ്പോസിറ്റാ. അതിനെ നമ്മൾ ഡീകമ്പോസിഷൻ എന്നാ പറയുക. ഡീകമ്പോസിഷൻ റിയാക്ഷൻ. മക്കളെ മൂന്നാമത്തത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ ഒരു പ്രത്യേകത, 2 ടൈപ്പ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ഉണ്ട്. ഒന്ന് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഒന്നെന്താ? മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. 2 നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, നോൺ മെറ്റൽ. ഇനി മക്കളെ നാലാമത്തത്, അതാണ് ഇവിടെ ചോദിച്ചത്. അത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇങ്ങനെ 4 ടൈപ്പ് റെഡോക്സ് റിയാക്ഷൻ ഉണ്ട്. 4 ടൈപ്പ് റെഡോക്സ് റിയാക്ഷന് എന്താണെന്ന് നമ്മൾ അറിയണം. അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിളെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. നോക്കൂ മക്കളെ, എന്താ കോമ്പിനേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ 2 or more കമ്പോണൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവുന്ന റെഡോക്സ് റിയാക്ഷനാ. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് കാർബൺ ആരുമായി കമ്പൈൻ ചെയ്യുന്നു? ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ടാവുന്നു? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടാവുന്നു. പക്ഷേ മക്കളെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇതിൽ ഏതെങ്കിലും ഒരാൾ എലമെൻ്റൽ ഫോമിലാവണം. എന്താണ് എലമെൻ്റൽ ഫോം? മറ്റു ആറ്റങ്ങളുമായി കമ്പൈൻ ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോമാ. നോക്ക്, കാർബൺ വേറെ ആരെങ്കിലും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്സിജൻ വേറെ ആരെങ്കിലും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ 2 ആളും എലമെൻ്റൽ ഫോമുല. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എന്താവണം? എലമെൻ്റൽ ഫോമുലാവണം. അതാണ് കണ്ടീഷൻ. ഇതൊരു റെഡോക്സ് റിയാക്ഷൻ ആണ്. ഈ റെഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോൾ 2 ആൾ കമ്പൈൻ ചെയ്തു പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഇതാണ് കോമ്പിനേഷൻ റെഡോക്സ് റിയാക്ഷൻ. ഓക്കെ. ഇനി ഡീകമ്പോസിഷൻ എന്താ? നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താ? ഒരു കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 or more കമ്പോണന്റുകളായി മാറുന്ന റെഡോക്സ് റിയാക്ഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് വാട്ടർ. 2 വാട്ടർ നമുക്ക് എടുക്കാം. ആ 2 വാട്ടർ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ നമുക്ക് കിട്ടും, പ്ലസ് ഓക്സിജൻ കിട്ടും. ഓക്കെ. ഇവിടെയും എന്ത് കണ്ടീഷൻ ഉണ്ട്? ഈ 2 or more കമ്പോണന്റുകൾ ഉണ്ടാവില്ലേ, അവിടെ ഒരാളെങ്കിലും എലമെൻ്റൽ ഫോമിലാവണമെന്ന കണ്ടീഷൻ ഉണ്ട്. ഓക്കെ. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? നമുക്കറിയാം, ഒരാളെ മാറ്റി വേറൊരാൾ വരിക. മെറ്റലിനെയാ മാറ്റുന്നതെങ്കിൽ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്, നോൺ മെറ്റലിനെയാ മാറ്റുന്നതെങ്കിൽ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് വളരെ ഫെമിലിയർ ആയ ഇക്വേഷൻ ആണ്. സിങ്കിനെ നമ്മൾ
കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? കോപ്പർ സൾഫേറ്റിലുള്ള മെറ്റലാ കോപ്പറിനെ മാറ്റിയിട്ട് സിങ്ക് അങ്ങോട്ട് വരും. അപ്പം നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് കിട്ടുന്നത് സിങ്ക് സൾഫേറ്റ് പ്ലസ് എന്താ? കോപ്പർ മെറ്റൽ. അപ്പം ഇവിടെയുള്ള കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടല്ലേ മക്കളെ സിങ്ക് വന്നത്? യെസ്, അതാണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്. നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ മക്കളെ, ഞാൻ 2 വാട്ടർ എടുത്തു. അതിനെ ഞാൻ 2 സോഡിയവുമായി ട്രീറ്റ് ചെയ്യാണ്. മക്കളെ 2 വാട്ടറിൽ ആരാളെ? 2 എച്ചും 2 OHും. 2 എച്ചിനെ മാറ്റി 2 Na വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുകയെന്നറിയോ? 2 NaOH പ്ലസ് 2 H2 ആയിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ആരാ പോയത്? വാട്ടറിലുള്ള 2 എച്ചാ പോയത്. എച്ച് എന്ന് പറഞ്ഞാൽ നോൺ മെറ്റലാ, ഗ്യാസാ. അങ്ങനെ നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതോ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റെഡോക്സ് റിയാക്ഷൻ. സിമ്പിൾ. ഇതൊക്കെ റെഡോക്സ് റിയാക്ഷനാണ്. നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ കൊടുത്താൽ മനസ്സിലാവും. ഇനി ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, 2 ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കുകയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 വാട്ടർ നമുക്ക് കിട്ടും, പ്ലസ് ഓക്സിജനും കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഇവിടെ പെറോക്സൈഡ് ആയതുകൊണ്ട് ഓക്സിജൻ -1, ഹൈഡ്രജൻ +1. ഇത് പെറോക്സൈഡ് ഒന്നുമല്ല, അതുകൊണ്ട് -2 +1, ഇത് 0. ഇവിടെ ഹൈഡ്രജൻ ഇവിടെ +1 ആണ്, ഇവിടെയും +1 ആണ്. ഹൈഡ്രജൻ ഓക്സിഡേഷനും സംഭവിച്ചിട്ടില്ല, റിഡക്ഷനും സംഭവിച്ചിട്ടില്ല. പിന്നെ ആർക്കാടാ സംഭവിച്ചേ? പിന്നെ അത് സംഭവിച്ചത് ആർക്കാന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അത് സംഭവിച്ചത് ഓക്സിജനാ. -1 -2 ആയി. -1 -2 എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ. -2 0 ആയി. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ആരാ ഓക്സിഡൈസ് ചെയ്തത്? ഓക്സിജൻ. ആരാ റെഡ്യൂസ് ചെയ്തത്? അതും ഓക്സിജൻ. ഒരു ആറ്റം തന്നെ ഓക്സിഡൈസ് ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് റെഡോക്സ് റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അതാണ് ഇവിടെ ചോദിച്ചത്. അതുമാത്രം അറിഞ്ഞാൽ പോരാ, 4 ടൈപ്പ് റെഡോക്സ് റിയാക്ഷനും അറിയണം. അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിളെങ്കിലും മക്കളെ നോട്ടിൽ എഴുതി പഠിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റാ. ക്ലിയർ ആണോ പറഞ്ഞേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ. നോക്ക്, ഇവിടെ ഓക്സിജൻ -2. ഓക്സിജൻ എത്രയാ? -2. 3 എണ്ണം വന്നാൽ -6. -6നെ -1 ആക്കണമെങ്കിൽ ഇവിടെ ക്ലോറിൻ +5, ഇവിടെ ഹൈഡ്രജൻ +1, ഇവിടെ -1. ഇങ്ങനെയാണ് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക. അടുത്ത് യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ. മക്കളെ CuO ഉണ്ട്, MnO2 ഉണ്ട്. ഇവിടെ ഓക്സിജൻ -2, കോപ്പർ +2. അപ്പോൾ കോപ്പർ എന്നെഴുതി റോമൻ ലെറ്ററിൽ +2 ഇട്ടു, ഫോർമുല കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഓക്സിജൻ എന്താണ്? -2. അപ്പോൾ 2 എണ്ണമുണ്ട് -4. അപ്പോൾ മാംഗനീസ് +4. അപ്പോൾ മാംഗനീസ് എന്നിട്ടു, റോമൻ ലെറ്ററിൽ 4 ഇട്ടു, ഫോർമുല കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. ഇനി പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ -2, 7 എണ്ണം വന്നാൽ -14, ഇത് +1, 2 എണ്ണം വന്നാൽ +2, +2 -14 ചേർത്ത് കഴിഞ്ഞാൽ -12. അപ്പോൾ 2 ക്രോമിയം +12, അപ്പോൾ 1 ക്രോമിയം +6. ഇങ്ങനെയല്ലേ? അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ എക്സ് കൊടുത്ത് ചെയ്തോ, നിങ്ങൾക്ക് കിട്ടും. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇനി കൺസിഡർ ദ ഫോളോയിങ് റെഡോക്സ് റിയാക്ഷൻ, ഐഡന്റിഫൈ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. മക്കളെ, റിയാക്ഷൻ തുടങ്ങുമ്പോൾ സിങ്ക് ഒറ്റക്കാം, എന്നാൽ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ സിങ്കിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യപ്പെട്ടു. ആരാടാ ക്ലോറിൻ? ക്ലോറിൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റാ. ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിന്റെ അഡിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഹൈഡ്രജന്റെ കൂടെ ക്ലോറിൻ ഉണ്ട്, പക്ഷെ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് അയാളെ വിട്ടുപോയി. സോ ദാറ്റ് ഈസ് റിഡക്ഷൻ. ആരാ ഓക്സിഡൈസ് ചെയ്തത്? സിങ്ക്. അതുകൊണ്ട് അയാൾ റെഡ്യൂസിങ് ഏജന്റ്. ആർക്കാ റിഡക്ഷൻ സംഭവിച്ച? HCl-ന്. സോ ദാറ്റ് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ്. സിമ്പിൾ. വാട്ട് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ റിയാക്ഷൻ ഡിസ്പ്രപ്പോർഷനേഷൻ ആണോ? ആണ്. ഇതല്ലേ നമ്മൾ നേരത്തെ ഡിസ്പ്രപ്പോർഷനേഷന്റെ എക്സാമ്പിളായി പറഞ്ഞ് ഓക്സിജൻ തന്നെ ഓക്സിഡൈസ് ചെയ്യുന്ന, ഓക്സിജൻ തന്നെ റെഡ്യൂസ് ചെയ്യുന്ന റെഡോക്സ് റിയാക്ഷൻ അല്ലേടാ മക്കളെ? യെസ്. അടുത്തത്, റെപ്രസെന്റ് ദ ഫോളോയിങ് കോമ്പൗണ്ട് യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ. കണ്ടാൽ അറിയാം മാംഗനീസ് +2 ആണ്. സോ മാംഗനീസ് O. ഇവിടെ Fe+2 ആണ്. Fe oxygen. Simple. What is oxidation and reduction in terms of oxidation number? മക്കളെ, oxidation number
കൂടുന്ന പ്രോസസ്സിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സിനെ റിഡക്ഷൻ എന്ന് വിളിക്കാം. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷനും റിഡക്ഷനും അല്ലേ. അടുത്തത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ സൂപ്പർ ഓക്സൈഡ്. ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2, എന്നാൽ അത് പെറോക്സൈഡ് ആണെങ്കിൽ -1. മക്കളെ അത് സൂപ്പർ ഓക്സൈഡ് ആണെങ്കിൽ -1/2. മറന്നു പോവരുത്. സോ -1/2 is the correct answer. റെഡി. അടുത്തത് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് an element of an atom in elementary form. ഏത് ആറ്റം ആണെങ്കിലും എലമെന്ററി ഫോമിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. എലമെന്ററി ഫോമിൽ ഓക്സിഡേഷൻ നമ്പർ എന്താ? 0 ആണ്. അടുത്തത് ജസ്റ്റിഫൈ ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ് എ റെഡോക്സ് റിയാക്ഷൻ. മക്കളെ H2S തുടങ്ങുമ്പോൾ അങ്ങനെയാ, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ എസ് ഒറ്റക്ക എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെട്ടു. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്താടാ? ഓക്സിഡേഷനാ. റിയാക്ഷൻ തുടങ്ങുമ്പോൾ ക്ലോറിൻ ഒറ്റക്ക, കഴിഞ്ഞപ്പോൾ റിയാക്ഷൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ട്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ്. ഇതിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ ഓൾറെഡി എഴുതി. ഇവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ ഉണ്ട്, അതുകൊണ്ട് റിഡോക്സ് ആണ്, പറയേണ്ട കാര്യമില്ല. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആടാ. ഞാനൊന്ന് മാറ്റി എഴുതുന്നത് ശ്രദ്ധിക്ക്. പി ബി ആ PbO2മായും 2 H2SO4മായും റിയാക്ട് ചെയ്യുക. അപ്പം 2 PbSO4 പ്ലസ് 2 H2O കിട്ടി. മക്കളെ ശ്രദ്ധിച്ചു നോക്കണേ. PB ഒറ്റക്ക് നിൽക്കുന്നത് കൊണ്ട് 0. ഇവിടെ -2, രണ്ടെണ്ണം -4, അപ്പോൾ PB +4. ഇവിടെ നിങ്ങൾക്കറിയാം ഓക്സിജൻ -2 ആണ്, ഹൈഡ്രജൻ +1 ആണ്, -8ഉം +1 -6, അപ്പോൾ ഇത് +6. ഇവിടെ ഈ SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SO4 2- അല്ലേ, അപ്പോൾ അങ്ങനെ എഴുതിയാലും മതി. അല്ലെങ്കിൽ ഇവിടെ ഇതേപോലെ -2 എന്ന് എഴുതാം, ഇവിടെ +6 എന്ന് എഴുതാം, ഇവിടെ എന്ത് എഴുതാം? +2 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ 2 ഹൈഡ്രജനിലോട്ട് +2, ഇവിടെ 1 ഹൈഡ്രജൻ +1, ഇവിടെ ഒറ്റ ലെഡേഡും +2, ഇവിടെ എന്താ? -2 +1. ഇങ്ങനെയാ വരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്സിജൻ എന്താ? ഇവിടെ ഓക്സിജൻ എന്താ? -2, ഇവിടെ എന്താ? -2, ഇവിടെ എന്താ? -2, ഇവിടെ എന്താ? -2. ഓക്സിജനെ മാറ്റി നിർത്ത്. ഇവിടെ ഹൈഡ്രജൻ +1, ഇവിടെ ഹൈഡ്രജൻ +1 മാറ്റി നിർത്ത്. സൾഫർ +6 മാറ്റി നിർത്ത്. പിന്നെ ആർക്കാ ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ സംഭവിച്ചേ? പിന്നെ സംഭവിച്ചു നോക്കടാ. PB എന്ന് പറയുന്ന ആളുണ്ടല്ലോ, PB 0 എന്ന് +2 ആയി, ദാറ്റ് ഇസ് ഓക്സിഡേഷൻ. എന്നാൽ +4 എന്ന് +2 ആയി, ദാറ്റ് ഇസ് റിഡക്ഷൻ. അപ്പോൾ അത് സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ്. ആരാ ഓക്സിഡൈസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ PB. ദ സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ്. ആരാ റെഡ്യൂസ് ചെയ്തേ? PB തന്നെ. പക്ഷെ ഏത് PB ഇൻ PbO2. മക്കളെ PbO2ലുള്ള PBക്കാ റിഡക്ഷൻ സംഭവിച്ചേ, മറക്കരുതേ. യെസ്, അപ്പോൾ ഇയാൾ റെഡ്യൂസിങ് ഏജന്റ്, അയാൾ ഓക്സിഡൈസിങ് ഏജന്റ്. സിമ്പിൾ. ഡിസ്പ്രപ്പോർഷനേഷൻ വീണ്ടും ചോദിക്കാണ്ട്. ഡിസ്പ്രപ്പോർഷനേഷൻ, ഒരാറ്റത്തിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് റെഡോക്സ് റിയാക്ഷന്റെ പേരാ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അടുത്തത് റെഡോക്സ് റിയാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4 ടൈപ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു, എക്സാമ്പിളും എഴുതി. ബാലൻസ് ദ ഫോളോയിങ് റെഡോക്സ് റിയാക്ഷൻ ബൈ യൂസിങ് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ഓർ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. മക്കളെ ഏതെങ്കിലും ഒരു റെഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാം. മിക്കവാറും അത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് പ്രകാരം ബാലൻസ് ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് പ്രകാരം എന്താടാ? 6 സ്റ്റെപ്പ് അല്ലേ അവിടെയുള്ളേ? എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? തന്നിരിക്കുന്ന റിയാക്ഷൻ എടുത്തെഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഓൾറെഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും എഴുതുന്നില്ല. എന്താ രണ്ടാമത്തെ സ്റ്റെപ്പ്? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ, മുകളിലുള്ള റിയാക്ഷൻ ഒന്നുകൂടെ എടുത്തെഴുതുക. Cr2O7 2-. എല്ലാം എക്വസ് ആണ്, ഞാൻ എക്വസ് എന്ന് എഴുതുന്നില്ല മക്കളെ, നിങ്ങൾ എക്വസ് എന്നൊക്കെ എഴുതണേ. SO3 2- gives Cr3 plus SO4 2-. റെഡി? റിയാക്ഷൻ എടുത്തെഴുതി. എന്നിട്ടോ
ഓരോരുത്തരുടെയും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കണം. അസൈൻ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇവിടെ ഓക്സിജൻ -2, 7 -14. -14 -2 ആക്കണമെങ്കിൽ ഇയാൾ എന്താവണോടാ? -14 -2 ആക്കണമെങ്കിൽ ഇയാൾ എന്താവണം? +12 ആവണം. ഒരു ക്രോമിയം +6 ആവണം. ഇവിടെ ഓക്സിജൻ -2, -6, -6 -2 ആക്കണമെങ്കിൽ ഇയാൾ +4 ആവണം. ഇവിടെ +3 തന്നെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ -2 -8, -8 -2 ആക്കണമെങ്കിൽ ഇയാൾ എന്താവണം? +6 ആവണം. ഇതാണ് സംഭവം. ഇനി മക്കളെ ഇത്ര മാത്രം മതിയോ? പോരാ. ഒരു കാര്യം കൂടെ മക്കൾ നോട്ട് ചെയ്തു വെക്കണം. എന്താ നോട്ട് ചെയ്തു വെക്കേണ്ടത്? ഇവിടെ എന്താ? ക്രോമിയത്തിൻ്റെ +6 +3 ആയി മാറി. ദാറ്റ് ഈസ് റിഡക്ഷൻ. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ്ഡ് ബൈ എത്രയാ? 3 എണ്ണം കുറഞ്ഞു. ഇവിടെ സൾഫർ എന്താ ചെയ്തത്? +4 +6 ആയി. അതായത് ഓക്സിഡേഷൻ. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 2. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിയാക്ഷൻ എടുത്തെഴുതി ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്ത് ആരുടേതാ കൂടിയത് കുറഞ്ഞത് നോക്കി വെക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയടാ? മൂന്നാമത്തെ സ്റ്റെപ്പിൽ കൂടിയ എണ്ണവും കുറഞ്ഞ എണ്ണവും ഈക്വൽ ആക്കുക. ആദ്യം ഞാൻ മുകളിലുള്ള ഒന്നുകൂടെ എടുത്തേന്ന് നോക്ക്. Cr2O7 2- പ്ലസ് SO3 2- gives Cr3 പ്ലസ് SO4 2-. മക്കളെ, മൂന്നാമത്തെ സ്റ്റെപ്പിൽ കൂടിയ എണ്ണവും കുറഞ്ഞ എണ്ണവും ഈക്വൽ ആക്കുക എന്ന പരിപാടിയാണ്. ഇവിടെ 3, ഇവിടെ 2. 3നെയും 2നെയും എങ്ങനെ ഈക്വൽ ആക്കുക? സോ സിമ്പിൾ മക്കളെ. 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. മക്കളെ, 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 6 കിട്ടും. എവിടെയാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അതായത് 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവിടെ എത്ര ഉണ്ടാ? 3 കൊണ്ടല്ലേ? ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഇവിടെ അല്ലേ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇയാളെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ഈക്വൽ ആവുക? എവിടെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നോർമലി പറഞ്ഞാൽ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും ശരിക്ക് ചെയ്യണം, പക്ഷെ ഇവിടെ ചെയ്യണ്ട. ഈ പെർട്ടിക്കുലർ എക്സാമ്പിൾ ചെയ്യണ്ട. കാരണം എന്താ? കാരണം അവിടെ ഓൾറെഡി 2 ക്രോമിയം ഉണ്ട്. നമ്മൾ എന്തിനാ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ? 2 ക്രോമിയം ആവാൻ. ഇവിടെ ഓൾറെഡി 2 ക്രോമിയം ഇല്ലേ? അതുകൊണ്ട് ആ 2 നിങ്ങൾക്ക് ഒഴിവാക്കാം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. നോർമൽ കേസിൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇവിടെയും ചെയ്യണം. പക്ഷെ ഇവിടെ എന്താ 2 ഒഴിവാക്കിയേ? അവിടെ ഓൾറെഡി 2 ക്രോമിയം ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ക്രോമിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, അവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ 3 ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ? റിയാക്ഷൻ എടുത്തെഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ? ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്ത് ആരുടേതാ കൂടിയത് കുറഞ്ഞത് എന്നൊക്കെ നോക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ കൂടിയ എണ്ണവും കുറഞ്ഞ എണ്ണവും ഈക്വൽ ആക്കുക. ഇനി മക്കളെ, നാലാമത്തെ സ്റ്റെപ്പിൽ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത എലമെന്റുകൾ ബാലൻസ് ചെയ്യുക. ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത എലമെന്റ് ക്രോമിയം. ഇവിടെ 2 ക്രോമിയം, ഇവിടെ 2 ക്രോമിയം, ഇവിടെ 3 സൾഫർ, ഇവിടെ 3 സൾഫർ. അപ്പം ഞാൻ വീണ്ടും എഴുതുന്നില്ല. അത് അതേപോലെ എടുത്തെഴുതിയാൽ മതി. എന്താ നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്? ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത എലമെന്റ് ബാലൻസ് ചെയ്യുക. ഇവിടെ ഓൾറെഡി ബാലൻസ്ഡ് ആണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ എടുത്തെഴുതുക. ഇനി മക്കളെ, നമ്മൾ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. 5ാമത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. എന്താ 5ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്? ചാർജ് ബാലൻസ് ചെയ്യുക. എങ്ങനെ ചാർജ് ബാലൻസ് ചെയ്യുക? അസിഡിക് മീഡിയം ആണെങ്കിൽ H+ ആഡ് ചെയ്തിട്ട്, ബേസിക് മീഡിയം ആണെങ്കിൽ OH- ആഡ് ചെയ്തിട്ട്, അങ്ങനെയാ മക്കളെ നമ്മൾ ചാർജ് ഈക്വൽ ആക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, ഇതേത് മീഡിയ? അസിഡിക് മീഡിയ. അപ്പോൾ H+ ആഡ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? ലെഫ്റ്റിലും റൈറ്റിലും എത്ര ചാർജ് ഉണ്ട് നോക്ക്. ലെഫ്റ്റിൽ ആരാളേ? ഒരു 2- ഇവിടെ കാണാം. പിന്നെയോ 3 × 2 6-. അപ്പോൾ ടോട്ടൽ എത്ര മൈനസാ? 8-. പ്രൊഡക്റ്റിൽ 2 × 3 6+, 3 × 2 6-. അപ്പോൾ അവിടെ 0-യാ മക്കളെ. അപ്പോൾ ഒരു സൈഡിൽ 8-, മറ്റേ സൈഡിൽ 0. അപ്പോൾ അസിഡിക് മീഡിയ ആയതുകൊണ്ട് H+ ആഡ് ചെയ്തിട്ടല്ലേ ഈക്വൽ ആക്കണ്ടേ? അപ്പോൾ എങ്ങനെ ഈക്വൽ ആക്കുക? ലെഫ്റ്റിൽ 8 H+ ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ 8- 8+ എന്താവും? അത് 0 ആവില്ലേ? ന്യൂട്രൽ ആവൂലേ? യെസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 5ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ 8 H+ ആഡ് ചെയ്തിട്ട് ചാർജ് ഈക്വൽ ആക്കുക. മക്കളെ, ഇതൊന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ Cr2O7 2- പ്ലസ് 3SO3 2- പ്ലസ് എന്താ ചെയ്യണ്ടേ?
ചാർജ് ഈക്വൽ ആക്കാൻ 8H+ ആഡ് ചെയ്യുക, ഗീവ്സ് 2Cr3++ 3SO4 2-. ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഇതെങ്ങാനും ബേസിക് ആയിരുന്നെങ്കിൽ OH- ആഡ് ചെയ്തിട്ടാണ് ചാർജ് ഈക്വൽ ആക്കേണ്ടത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി മക്കളെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്, ആറാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. എന്താണ് ആറാമത്തെ സ്റ്റെപ്പിലുള്ളത് മക്കളെ? ആറാമത്തെ സ്റ്റെപ്പിലുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെന്താ? ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുക. എങ്ങനെ? ബൈ ആഡിങ് വാട്ടർ. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 8 ഹൈഡ്രജൻ. 8 ഹൈഡ്രജൻ കിട്ടാൻ എത്ര വാട്ടർ വേണം? 4 വാട്ടർ മതി. കാരണം ഒരു വാട്ടറിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ 4 വാട്ടർ ആഡ് ചെയ്യുക. മക്കളെ, Cr2O7 2- 3SO3 2- 8H+ gives 2Cr3++ 3SO4 2- 4H2O. മക്കളെ, നമ്മൾ ചെയ്തത് ശരിയാണെങ്കിൽ ഓക്സിജൻ ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്തോ, ഇത് ബാലൻസ്ഡ് റെഡോക്സ് റിയാക്ഷനാണ്. ഇങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് പ്രകാരം ഒരു റെഡോക്സ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നത്? ബാലൻസ് ചെയ്യുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, അതാണ് ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾ ബാലൻസിങ് നന്നായി പഠിക്കണം കേട്ടോ. അടുത്തത്, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ SO4 2-. ഓക്സിജൻ -2 ആണ്. -4 ഉള്ളതുകൊണ്ട് -8. -8നെ -2 ആക്കണമെങ്കിൽ സൾഫർ എന്താ? +6. ഇനി ബാലൻസ് ദ ഫോളോയിങ് ഇക്വേഷൻ യൂസിങ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. മക്കളെ, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യനാ, NCERT-യിൽ അതേ ക്വസ്റ്റ്യനാ വീണ്ടും ചോദിച്ചത്. നമ്മൾ ചെയ്തതുപോലെ ചെയ്യാം. നോക്ക്, റൈറ്റ് ദ റെഡോക്സ് റിയാക്ഷൻ ഇൻ ഡാനിയൽ സെൽ. വളരെ പ്രധാനമാണ്. ഡാനിയൽ സെല്ല് നടക്കുന്ന റെഡോക്സ് റിയാക്ഷൻ എന്താ? Zn+ copper 2+ gives Zn2+ copper. ഇതാണ് അവിടെ നടക്കുന്ന റെഡോക്സ് റിയാക്ഷൻ. ഇവിടെ എന്താണ് നടക്കുന്നത്? ആക്ച്വലി ഇവിടെ സിങ്ക് ഓക്സിഡൈസ് ചെയ്യാണ്. സിങ്ക് ഓക്സിഡൈസ് ചെയ്ത് Zn2+ ഉണ്ടാവുകയാണ്. copper 2+ റെഡ്യൂസ് ചെയ്തിട്ട് കോപ്പർ മെറ്റൽ ആയിട്ട് മാറാണ്. റെഡി? യെസ്. വെൻ കോപ്പർ സൾഫേറ്റ് is stored in iron vessel, blue color change to pale green. കറക്റ്റ് ആണോ? കറക്റ്റാ മക്കളെ, കറക്റ്റ് ആണ്. നിങ്ങൾ കോപ്പർ സൾഫേറ്റിനെ അയൺ വെസലിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? അയേണ് കോപ്പർ സൾഫേറ്റുമായി റിയാക്ട് ചെയ്യും. എന്നിട്ട് അയൺ ഓക്സിഡൈസ് ചെയ്യും. അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പർ 2+ഉമായിട്ട് അയൺ റിയാക്ട് ചെയ്തിട്ട് Fe ഓക്സിഡൈസ് ചെയ്ത് Fe2+ ഉണ്ടാവും. കോപ്പർ 2+ റെഡ്യൂസ് ചെയ്തിട്ട് കോപ്പർ മെറ്റൽ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കോപ്പർ 2+ന്റെ കളറാണ് ബ്ലൂ. അത് മാറി Fe2+ ആവുന്നത് കൊണ്ട് അതിന് എന്ത് കളർ കിട്ടും? പെയിൽ ഗ്രീന് കളറ് കിട്ടുന്നുണ്ട്. റെഡി? യെസ്. അടുത്തത്, വാട്ട് ഹാപ്പൻസ് ടു ദ കളർ ഓഫ് ദ സൊല്യൂഷൻ. മക്കളെ, എന്താ പറഞ്ഞിരിക്കുന്നത്? AgNO3 സൊല്യൂഷൻ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് കോപ്പർ റോഡ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലൂ കളർ അപ്പിയർ ആവും. ബ്ലൂ കളർ അപ്പിയർ ആവാനുള്ള കാരണം എന്താണെന്ന് അറിയോ മക്കളെ? ബ്ലൂ കളർ അപ്പിയർ ആവാനുള്ള കാരണം കോപ്പർ നിങ്ങൾ സിൽവർ നൈട്രേറ്റിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെയുള്ള 2 Ag+മായി ഇയാൾ റിയാക്ട് ചെയ്തിട്ട് കോപ്പർ ഓക്സിഡൈസ് ചെയ്ത് കോപ്പർ 2+ ആവും. Ag+ റെഡ്യൂസ് ചെയ്തിട്ട് Ag ആയിട്ട് മാറും. അപ്പോൾ അവിടെ പറയാനുള്ള കാര്യം, കോപ്പർ 2+ ആയി മാറി ഓക്സിഡൈസ് ചെയ്തു. കോപ്പർ 2+ന്റെ കളറ് ബ്ലൂ കളർ. റെഡി? ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം നമ്മൾ നേരത്തെ പറഞ്ഞതാ. എന്താ? ഇവിടെ -2 ആണ്. 7 വന്നാൽ -14. ഇതെന്താ? +2. അപ്പോൾ അതെന്താ? +6 ആ വരിക. നിങ്ങൾ ചെയ്താൽ കിട്ടും. ഇവിടെ ഓക്സിജൻ എന്താണ്? -2. 5 വന്നാൽ -10. ഇതെന്താണ്? +1. 2 വന്നു കഴിഞ്ഞാൽ +2. അപ്പോൾ ഇയാളെന്താ? -8 അല്ലേ? അപ്പോൾ +4 അല്ലേടാ വരിക? +4 ആണ് വരിക. അടുത്തത്, കോപ്പർ ഓക്സൈഡ് ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ കോപ്പർ വെച്ച് 2 ഉണ്ടാവുന്നു. ഐഡന്റിഫൈ ദ സ്പീഷീസ് അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ. പറയേണ്ട കാര്യമില്ല. കോപ്പറിന്റെ കൂടെ ഓക്സിജൻ ഉണ്ട്. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ കോപ്പർ ഒറ്റക്ക, ഓക്സിജൻ പോയി. ഓക്സിജൻ റിമൂവ് ചെയ്യപ്പെടുന്നത് റിഡക്ഷൻ. ഹൈഡ്രജൻ ഒറ്റക്ക, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ഓക്സിജൻ ആഡ് ചെയ്തു. ഓക്സിജൻ ആഡ് ചെയ്യപ്പെടുന്നത് ഓക്സിഡേഷൻ. ആർക്കാ ഓക്സിഡേഷൻ നടക്കുക? അയാൾ റെഡ്യൂസിങ് ഏജന്റ്. ആർക്കാ റിഡക്ഷൻ നടക്കുക? അയാൾ ഓക്സിഡൈസിങ് ഏജന്റ്. പറയേണ്ട കാര്യമില്ല. ഇനി ഇതിലേതാ മക്കളെ റെഡോക്സ് റിയാക്ഷൻ അല്ലാത്തത്? ഇത് നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കാൽസ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ ഒരു റെഡോക്സ് റിയാക്ഷൻ അല്ല. എന്തുകൊണ്ട്? അവിടെ ആരും തന്നെ ഓക്സിഡൈസ് ചെയ്യുന്നില്ല, അവിടെ ആരും തന്നെ റെഡ്യൂസ് ചെയ്യുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിച്ചോ.
അടുത്തത് ഇവരുടെ എന്താ ചെയ്യേണ്ടത്? സ്റ്റോക്ക് നൊട്ടേഷൻ. മക്കളെ സ്റ്റോക്ക് നൊട്ടേഷൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയില്ലേ? ഇനി ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഗോൾഡ് ആണ് മെറ്റൽ, ഇവിടെ -1 4 വന്നു കഴിഞ്ഞാൽ -4, ഇത് +1, അപ്പോൾ ഇയാൾ എന്താ വരിക? +3 വരിക. അപ്പോൾ AUവിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്, Cl4. MnO2 ഓൾറെഡി ചെയ്തതാണ്. ഇലക്ട്രോണിക് കോൺസെപ്റ്റ് പ്രകാരം ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് ഓക്സിഡേഷൻ, ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് റിഡക്ഷൻ. പഠിച്ചു വെക്കുക. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡൈസർ. ഓക്സിഡൈസർ എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ Na+ ആയി മാറാണ്, Na+ ആയി മാറാണ്, ദാറ്റ് ഇസ് ഓക്സിഡേഷൻ. ഇവിടെ Cl ആയി മാറാണ്, ദാറ്റ് ഇസ് റിഡക്ഷൻ. അപ്പോൾ ഇയാൾ ഓക്സിഡൈസ് ചെയ്തു, ദാറ്റ് ഇസ് റെഡ്യൂസർ. ഇയാൾ റെഡ്യൂസ് ചെയ്തു, സോ ഓക്സിഡൈസർ. Very simple. How are the oxidation and reduction is related to oxidation number? Oxidation number കൂടുന്നത് oxidation number കുറയുന്നത് reduction. മക്കളെ KClO3 ഒരു KClO3 ഡീകമ്പോസ് ചെയ്യുന്നത് ഒരു റെഡോക്സ് റിയാക്ഷൻ ആണ്. കാരണം എന്താ? 2 KClO3 ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 KCl plus 3O2 ഇങ്ങനെയാ കിട്ടുക. അപ്പോൾ ഇവിടെ എന്താണ്? ഓക്സിജൻ -2, ഇവിടെ -6, ഇതെന്താണ്? +1. അപ്പോൾ ഇയാൾ എന്താണ്? +5. ഇവിടെ K+1 -1 0. അപ്പോൾ നോക്ക്, ഇവിടെ ക്ലോറിൻ +5 ഉള്ളത് -1 ആയി മാറുന്നുണ്ട്, സോ ദാറ്റ് ഈസ് എന്താ? റിഡക്ഷൻ. ഓക്സിജൻ -2 ഉള്ളത് 0 ആകുന്നുണ്ട്, ദാറ്റ് ഈസ് എന്താ? ഓക്സിഡേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ കാൽസ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ എഴുതിയാൽ അവിടെ ആരും ഓക്സിഡൈസ് ചെയ്യുന്നില്ല, ആരും റെഡ്യൂസ് ചെയ്യുന്നില്ല, സോ അതൊരു റെഡോക്സ് റിയാക്ഷൻ അല്ല. ഇനി നോക്ക്, ഇത് ഡാനിയൽസ് അല്ല, നിങ്ങൾക്കറിയാം. ആസ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ദ സെൽ, വൺ ഓഫ് ദ മെറ്റൽ റോഡ് ഗെറ്റ് ഡിസോൾവ്ഡ്. നിങ്ങൾക്കറിയാം ആരാ ഡിസോൾവ് ചെയ്യുന്നത്? സിങ്ക് Zn2++2 ഇലക്ട്രോൺ ആയിട്ട് ഡിസോൾവ് ചെയ്യുന്നത്. ആൻഡ് അതർ മെറ്റൽ ഗെറ്റ് ഡെപ്പോസിറ്റ്. ആരാ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? കോപ്പർ 2+ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് കോപ്പർ മെറ്റൽ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കോപ്പർ, ഡിസോൾവ് ചെയ്യുന്നത് സിങ്ക്. ഐഡന്റിഫൈ ദ മെറ്റൽ വിച്ച് ഈസ് ആക്ടിങ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്. മക്കളെ ഇയാൾക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്, അപ്പോൾ അയാളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. ഡാനിയൽസിൽ നടക്കുന്ന റെഡോക്സ് റിയാക്ഷൻ നമ്മൾ നേരത്തെ എഴുതിയതാണ്. വാട്ട് ഈസ് ദ റെഡിഷ് ബ്രൗൺ മെറ്റീരിയൽ ഡെപ്പോസിറ്റഡ് ഓൺ ദ അയൺ റോഡ്? ചോദ്യം എന്താ? ഒരു ഫാർമർ 1% സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ഉണ്ടാക്കി, 1% കോപ്പർ സൾഫേറ്റ് ഉണ്ടാക്കി. അത് മിക്സ് ചെയ്യാൻ വേണ്ടി അയൺ റോഡാണ് സ്റ്റിറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ടോ ഒരു ദിവസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ബ്ലൂ കളർ ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പറയേണ്ട കാര്യം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അയൺ ഉണ്ടല്ലോടാ, അയൺ കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പർ മെറ്റലുമായി റിയാക്ട് ചെയ്യും. അയൺ ഓക്സിഡൈസ് ചെയ്ത് Fe2+ ആവും, കോപ്പർ മെറ്റൽ റെഡ്യൂസ് ചെയ്തൊരു കോപ്പർ ആവും. ഈ കോപ്പറാണ് റെഡിഷ് ബ്രൗൺ ഉള്ള മെറ്റീരിയൽ അയൺ റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നത്. ഇവിടെ കളർ ചേഞ്ച് വരാൻ കാരണം എന്താ? ഈ റെഡോക്സ് റിയാക്ഷൻ അവിടെ നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ദ റെഡോക്സ് റിയാക്ഷൻ ആയി Fe ഓക്സിഡൈസ് ചെയ്ത് Fe2+ ആയി, കോപ്പർ 2+ റെഡ്യൂസ് ചെയ്തിട്ട് കോപ്പർ മെറ്റലായി. ഇനി fill in the blanks. The oxidation state of chlorine, ഇവിടെ -2 -8 +1, അപ്പോൾ എന്താണ്? +7 അല്ലടാ വരിക. യെസ്. ഇനി a reducing agent is a substance which reducing agentന് ഓക്സിഡേഷൻ, അപ്പോൾ which remove അല്ലെങ്കിൽ which release അല്ലെങ്കിൽ which donate electron in a chemical reaction. Among the elements fluorine, iodine dash exhibit both positive and negative. അതിൽ അയോഡിൻ ആണ് രണ്ടും കാണിക്കാൻ പറ്റുക, ഫ്ലൂറിൻ ഓൾറെഡി ഓൺലി -1 മാത്രമേ കാണിക്കുന്നുള്ളൂ. So these are the very important questions from the chapter redox reaction. നമ്മൾ ഈ ചാപ്റ്ററിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മക്കളെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോന്റെ ഡ്യൂറേഷൻ അധികം കൂടരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ മക്കളെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് എഴുതി വെക്കുക, എല്ലാം ഒന്ന് ചെയ്തു നോക്കുക. ഇന്നത്തെ ലൈവിൽ നിങ്ങൾ വരിക, ഇതെല്ലാം നമ്മൾ ഒന്നുകൂടെ ഇന്നത്തെ ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഒന്നുകൂടെ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് വറി മക്കളെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇനി ഒരുപാട് കുട്ടികൾ എന്താ പറയുക ഇൻസ്റ്റയിലൂടെ മെസ്സേജ് അയച്ച് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരും. എനിവേ നിങ്ങൾക്ക് എന്ത് വില കൊടുത്തും ക്രിസ്മസ് എക്സാം അടിപൊളിയാക്കണം. അത് കഴിഞ്ഞ് വരുന്ന പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് മക്കളെ ഉറപ്പിക്കണം. അതിന് എന്ത് ചെയ്തു തരാനും നമ്മൾ തയ്യാറാണ്. നിങ്ങൾ കൂടെ നിൽക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് and thank you very much.